എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒറ്റപ്പെടലുകളിൽ ഇടപെടുന്ന ആ ദൈവത്തെ, ഒറ്റപ്പെടലുകളുടെ സമയങ്ങളിൽ നാം അറിയുന്ന ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ഉള്ള ചിന്തകളാണല്ലോ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പങ്കുവെച്ച് വരുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ കാണും: യഹോവ യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. യോസഫ് എന്ന് പറയുന്ന വാക്തത്വ തലമുറ അല്ലെങ്കിൽ ആ യഹോവ ഭക്തനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒറ്റപ്പെടലുകൾ എന്നുള്ള വിഷയവുമായിട്ട് ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ചില ഒറ്റപ്പെടലുകൾ, ചില മാറ്റി നിർത്തലുകൾ അത് ദൈവഹിതമായിരുന്നു എന്ന് യോസഫുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം ചില ഇടങ്ങളിൽ നമ്മളെ മാറ്റി നിർത്തി പഴിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവന്ന് ഒക്കെ വരുമ്പോൾ ഒന്നറിഞ്ഞോണം, അതൊരു ദൈവ പദ്ധതിയുടെ ഭാഗമായി ദൈവം നമ്മളെ ഒരിടത്തേക്ക് തൻ്റെ പദ്ധതിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്കൊരു ബോധ്യം ഈ ഒരു യോസഫുമായി ബന്ധപ്പെട്ട തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ് യോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? താൻ ബാലനായിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ദർശനം കാണുക. 2 ദർശനം കണ്ടു. ഈ 2 ദർശനത്തിൻ്റെയും അർത്ഥം തൻ്റെ മാതാവും പിതാവും സഹോദരങ്ങളും തന്നെ നമസ്കരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ അടുക്കൽ വന്ന് തന്നെ ബഹുമാനിക്കുന്ന ദർശനങ്ങളാണ് യോസഫിന് ലഭിച്ചത്. ഈ ദർശനം ദൈവം നൽകിയ ദർശനമാണ്. എന്നാൽ ഈ ദർശന നിമിത്തം തൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളും യോസഫിനെ പഴിക്കുന്നുണ്ട്. സഹോദരങ്ങൾക്ക് യോസഫിനോട് വളരെ അസൂയ തോന്നുന്നുണ്ട്. പിന്നീടുള്ള യോസഫിൻ്റെ ജീവിതം വളരെ ദുരന്തകാരണമായി തീരുക. തൻ്റെ സഹോദരന്മാർ യോസഫിനെ ഏറ്റവും അധികം അസൂയപ്പെടുന്നു, വെറുക്കുന്നു. തൻ്റെ സഹോദരന്മാർ യോസഫിനെ കുഴിയിലേക്ക് തള്ളിയിടുന്നു. അവിടെ നിന്ന് വീണ്ടും അടിമയായി തൻ്റെ സഹോദരന്മാർ തന്നെ അടിമയായി വിൽക്കുന്നു. അടിമച്ചന്തയിൽ വിൽക്കാൻ നിൽക്കപ്പെടുന്നു. പോത്തിഫർ എന്ന് പറയുന്ന മിസ്രൈമ്യനായ രാജാവിൻ്റെ അകമ്പടി നായകനായവൻ്റെ ഭവനത്തിൽ അവിടുത്തെ അടിമവേലയ്ക്കായി എത്തിക്കുന്നു. അവിടെ നിന്ന് താൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരു കുറ്റം തൻ്റെ തലയിൽ വന്ന് ദീർഘനാളുകൾ കാരാഗ്രഹത്തിൽ കിടക്കുന്നു. എന്നാൽ അവിടെ നിന്ന് സർവശക്തനായ ദൈവം എന്തൊക്കെ കൊണ്ടാണോ യോസഫിൻ്റെ ജീവിതത്തിൽ ഈ പ്രതികൂലങ്ങൾ വന്നത്, അതിൽ നിന്നെല്ലാം ആ ദൈവ പദ്ധതിയിലേക്ക് യോസഫ് മാറുക. അതായത് മിസ്രൈം രാജ്യത്തിൽ രാജാവ് കഴിഞ്ഞ് സകലത്തിൻ്റെയും അധികാരിയായി ദൈവം യോസഫിനെ മാറ്റുക. ഈജിപ്തിൻ്റെ ഒരു വലിയ അധികാരിയായി വലിയൊരു ഭരണസിരാ കേന്ദ്രത്തിലേക്ക് യോസഫിനെ ദൈവം ആക്കി വെക്കുക. പക്ഷേ ഈ പ്രോസസ്സിങ്ങിൽ യോസഫ് ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിച്ചു, ഒരുപാട് നിന്ദകൾ അനുഭവിച്ചു, ഉപദ്രവമേറ്റു, പരിഹാസമേറ്റു. താൻ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ആരോപണങ്ങൾ യോസഫ് ഏറ്റെടുക്കേണ്ടി വന്നു. ഇതിൻ്റെ എല്ലാം നടുവിലാണ് ഈ ഒരു വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്താ? യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി എന്ന് വെച്ചാൽ യോസഫിനറിയാം ദൈവം തന്നോട് കൂടെയുണ്ടെന്ന്. അതിൻ്റെ 1-ാം വാക്യത്തിൽ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്രായേലരുടെ കയ്യിൽ നിന്നും ഫറവോൻ്റെ ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫർ എന്ന മിസ്രൈമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി. അതായത് താൻ ഇനി അടുത്ത ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നതിന് മുമ്പ് യോസഫിന് ഉള്ളൊരു വലിയ ബോധ്യം ഇവിടെ നമ്മൾ വായിച്ചത്, യഹോവ തന്നോട് കൂടെ ഉണ്ടെന്ന്. നമ്മൾ ഓർക്കും, നമ്മൾ ചില പ്രതികൂലത്തിലും പ്രതിസന്ധിയിലുമൊക്കെ വരുമ്പോൾ, ചില ഒറ്റപ്പെടലുകളുടെ ഒഴിവാക്കലുകളുടെ ഒക്കെ നടുവിൽ വരുമ്പം നമ്മുടെ ചിന്ത ദൈവം നമ്മളോട് കൂടെ ഇല്ല. എന്നാൽ ഈ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവം കൂടെയുണ്ട്. അത് ദൈവം അനുവദിച്ചതാണ്.
യോസഫിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചതാ. എന്തിന്? അവൻ സ്വപ്നം പോലും അല്ലെങ്കിൽ ചിന്തിച്ചിട്ടില്ലാത്ത ചില മേഖലകളിലേക്ക്, അല്ലെങ്കിൽ അവൻ കണ്ട ദർശനത്തിൻ്റെ പര്യാപ്തിയിലേക്ക് അവനെ എത്തിക്കേണ്ടതിന് വേണ്ടിയുള്ള ആ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമാണ് യോസഫ് അനുഭവിക്കുന്ന ആ വേദനകൾ, വിഷമങ്ങൾ. പക്ഷെ അതിൻ്റെ നടുവിലെല്ലാം യഹോവ യോസഫിനോട് കൂടെയുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒറ്റപ്പെടലുകളുടെ, ഒഴിവാക്കലുകളുടെ, നിന്ദകളുടെ, ഉപദ്രവങ്ങളുടെ, ശാരീരിക ഉപദ്രവങ്ങളുടെ ഒക്കെ നടുവിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, എന്നാൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്, നിങ്ങൾക്കുള്ളിൽ ദൈവം തന്നിരിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. ഇതെല്ലാം നിമിത്തമാണ് നിങ്ങളിതൊക്കെ അനുഭവിക്കുന്നതെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ ഇതിനകത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആ സിംഹാസനത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം യോസഫിനെ ആക്കി വെച്ച പോലെ നിങ്ങളെ ആക്കി വെക്കും. അതുകൊണ്ട് സമാധാനത്തോടെ ആയിരിക്കുക. നിങ്ങൾ ഏത് സ്ട്രഗിളിൽ, ഏത് പ്രതിസന്ധിയിലാണോ ഇപ്പോൾ ആയിരിക്കുന്നത്, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഈ ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിലായിരിക്കട്ടെ. വഴികൾ തുറക്കുന്നു. സ്വർഗം നിങ്ങളെ സഹായിക്കുമാറാകും. എല്ലാവരെയും ദൈവം ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.